ഹലോ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഖത്തർ നേരമ്പോക്ക്. ഇതൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ. നമുക്ക് ജിമ്മിലേക്കുള്ള കുറച്ച് ഉടുപ്പും അതുപോലെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ റമദാനൊക്കെയാണ്, കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ദോഹ ഫെസ്റ്റിവൽ സിറ്റി മോളിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇപ്പം ചൂടായി തുടങ്ങി, തണുപ്പൊക്കെ പോയി. എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം. നമ്മളിപ്പോൾ മുകളിലെത്തി. ഇത് ഐസക്ക് ഞങ്ങൾ വന്നതിൻ്റെ മെയിൻ സംഭവം, ഞങ്ങൾക്ക് കുറച്ച് ജിം ക്ലോത്ത്സ് വാങ്ങിക്കാനുണ്ട്. ഐസക്ക് ഓൾറെഡി ഇന്നലെ വാങ്ങിച്ച്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ DFCയിൽ വന്നേക്കാണ്. ഇവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാം. ലൈഫ് ഭയങ്കര വെയിലില്ല, എനിക്ക് ഒന്നും കാണുന്നില്ല. ഉച്ച സമയത്തായതുകൊണ്ട് വലിയ തിരക്കില്ല കേട്ടോ. നമ്മൾ ജിം ക്ലോത്ത്സ് നോക്കുകയാണ് കേട്ടോ. കുറേ കിട്ടിയല്ലോ ഇവിടെ. എനിക്ക് തോന്നുന്നു നൈക്കിനേക്കാളും നല്ല കളക്ഷൻ ഉണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. സെക്കൻഡ് എടുക്കും കളർ ഇടാൻ പറ്റില്ല. കളർ കൊള്ളാം. നമ്മുടെ അടുത്തത് നമ്മൾ മൂന്നെണ്ണമാണ് ഇതുവരെ എടുത്തതിൽ ഇഷ്ടപ്പെട്ടുള്ളത്. അപ്പൊ നമ്മള് എടുത്തത് ഒരു ഈ കളറിലൊരു പാൻറ്റും ടോപ്പും കൊടുത്ത്, പിന്നെ ഒരു ഗ്രീൻ കളറിലെ പാൻറ്റും ടോപ്പ് കൊടുത്തു, പിന്നെ ഇതാണ് ദിവസം പിന്നെ ഒരു ഗ്രേ കളറിലെ പാൻറ്റും ടോപ്പ് കൊടുത്തു. അപ്പൊ നമ്മൾ 3 സെറ്റ് എടുത്തല്ലേ ഇത്? ഇവിടെ ഇപ്പൊ ബൈ 1 get 1 ഫ്രീ ഓഫേഴ്സ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് ചോദിക്കുമ്പോ അറിയാം. പേ ചെയ്യാൻ നിൽക്കാണ്ട് പൈസ വാങ്ങിച്ചു തന്നല്ലേ, കിട്ടിയില്ലല്ലേ ബൈ 1 get 1 ഒന്നും. അതില്ല, റാഫിൽ ഡ്രോയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പൈസ സാഡായി. കഴിഞ്ഞൊന്ന് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് കയറിട്ടോ. 1-2 സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കാനുണ്ട്. എനിക്ക് എല്ലാ പെർഫ്യൂമിൻ്റെ സ്മെല്ലും പറ്റില്ല, പക്ഷെ എനിക്കിത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതാണ് വാങ്ങിക്കാൻ വന്നത്. ഇതിന് തന്നെ ഒരു ലോഷൻ വാങ്ങിക്കാം. ലൈസ് ഇതെന്താ, ഇത് ലോഷനല്ലേ ബോഡി ക്രീം. ഇത് രണ്ടാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. ഐസിന് എന്ത് ബോക്സ് ഉണ്ടല്ലോ വേണം കേട്ടോ. അപ്പോൾ ബോക്സ് കണ്ടപ്പോഴത്തേക്ക് അത് നോക്കുകയാണ്. ബോക്സ് ഉണ്ട് ഐസ്, അതിൽ 3-4 എണ്ണം വരും. ഇത് മതി. ഇതെടുക്കട്ടെ ഞാനെന്നാ. ഇവിടുത്തെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഷോപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്. കുറേ നല്ല നല്ല ക്യൂട്ട് നല്ല സ്മെല്ലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഓഫർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബൈ 1 get 1 ഫ്രീ ഓഫറിൽ ഇത് കിട്ടി. വീട്ടിലും കാറിലൊക്കെ വെക്കുന്ന സെൻ്റാണ്. ഇതാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നമുക്ക് സെൻറ്റർ പോയിന്റിൽ നിന്ന് ഓഫറൊന്നും കിട്ടിയില്ലെങ്കിലും ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ ബൈ 1 get 1 ഫ്രീ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കിട്ടി. ഇന്ന് നമ്മൾ നടക്കുകയാണ്. ഈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ എപ്പോഴും മന്ത് എൻഡിൽ ഇടയ്ക്ക് ഓഫർ വെക്കാറുണ്ട് കേട്ടോ. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ മന്ത് എൻഡ് വെക്കുന്ന ചിലപ്പോൾ ഓഫറിൽ സാധനം കിട്ടും. ഐസക്കിൻ്റെ സാറയിൽ വരാതെ പോകാൻ പറ്റില്ല. നമ്മൾ സാറയ്ക്ക് അറിയാണ്ട് ഐസക്ക് ഇട്ട പോലത്തെ തന്നെ സെയിം ഡ്രസ്സ് നോക്കിയാണ് നമ്മൾ ഇപ്രാവശ്യം വന്നേക്കുന്നത്. ഐസിന് അന്ന് ഇതിൻ്റെ 2 കളറ് കിട്ടുകയുള്ളൂ. അപ്പോൾ ബാക്കി ഇങ്ങോട്ട് നോക്കണം എന്ന് പറഞ്ഞ് വന്നു. സോ ഇതെങ്ങനെയുണ്ട് ഐസ്? നല്ല രസമുണ്ട്. ഐസിന് ഇതൊന്നും ഇഷ്ടമല്ല. ഇത് സമ്മർ ക്ലോത്ത്സിൻ്റെ സമയത്ത് നമ്മൾ എടുത്താണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാ. തിക്കുള്ള സൈസിന് വേണ്ട അല്ലേ? അപ്പോൾ ഞാൻ സമ്മർ ടൈമിൽ വരുള്ളായിരിക്കും. നമ്മൾ പോകാൻ നിന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ ഉടുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ ഐസക്കിനോടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞാണേ. ഇതിൽ ഷർട്ടും ബോട്ടും ഒക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ. പക്ഷെ അത് ഒരുമിച്ചിട്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പൊ കറക്റ്റായോ? പക്ഷെ ഇങ്ങോട്ട് നിന്ന് പാൻറ് 40 എടുത്തേക്കുന്ന.
അന്ന് ആ ഓക്കെ. ഐസോണ് സൈസ് 38, അപ്പോൾ ഞാൻ 40 എടുത്തത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ ഐസ് ഇട്ട് എൻ്റെ ഷോർട്ട്സ് ഐസ് ഇട്ട്, അപ്പോൾ അതിൻ്റെ പാൻറ്റും ഉണ്ട്. അപ്പോൾ പാൻറ്റും കൂടി ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് പാൻറ്റും കൊണ്ട് കൊടുക്കാം. പാൻറ്റും കൊള്ളാം അല്ലേ? ഇച്ചിരി ലൂസാണോ? വേറെ സൈസാണോ? കറക്റ്റാണ്. നല്ല രസമുണ്ട്. ഐസ് വാങ്ങിച്ച് വേറെ നമ്മൾ പോവാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ വാങ്ങിച്ചത്? നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ? നമ്മളിനി എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ ഐക്കൽ പോകണം അല്ലേ? നമുക്കിനി ഐക്കൽ കൂടി പോകാനുണ്ട്. അപ്പം നമുക്ക് അവിടെ ഐക്കൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അവസാനം ഐക്കയിൽ വന്നിട്ട് നമ്മൾ കുറച്ച് പ്ലേറ്റ്സും ഡിന്നർ സെറ്റൊക്കെ അല്ലേ നോക്കാനുണ്ട്. അപ്പം അതിനുവേണ്ടി വന്നേക്കുക. കണ്ടോ റൂമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? റാക്ക് ഇഷ്ടപ്പെട്ടു. ഒതുങ്ങിയിരിക്കും അല്ലേ? അതെ വലിപ്പമുണ്ട്, വലിപ്പില്ല. ഇപ്പൊ 2 ഇത് ഇത്ര എടുത്തിട്ട് നമ്മള് ഈ 2 എടുത്ത് പിന്നെ അതുപോലെ വലുത് 2 എടുത്തല്ലേ? ഇത് കൊണ്ടുപോവാൻ ഇത് വലുത് വെക്കാൻ. ഇതെന്തിനാ? ഏത് എന്തായാലും ഇത് കുക്ക് ചെയ്ത് വെക്കാനായിട്ട്, ഇത് അരിഞ്ഞു വെക്കാനായിട്ട്, മറ്റേത് കൊണ്ടുപോകാനായിട്ട്. ഇത് ഒരെണ്ണം എടുക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് 2 എടുത്തില്ലേ? ഇനി ഇവിടെ നിന്ന് 2 എടുക്കുകയാണ്. വലുത് ഇവിടെ ഇല്ല ഐസു. നമുക്ക് ഫ്രൂട്ട്സ് ഓർഗനൈസർ അത് താഴെ ആയിട്ടേക്കുന്ന ക്രിസ്പർലി ഫ്രൂട്ട്സ്. എടുക്കാം. ഇരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിക്കും ഇതെടുത്താൽ മതി. കാരണം ആപ്പിൾ ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും ഇങ്ങനെയല്ലേ വരുള്ളൂ. അതിൻ്റെ പൊക്കത്തേക്ക് കൊടുക്കാൻ. എന്താ ചെറുതല്ലേടാ? ഇത്ര ആണോ? ഇത് ശരിക്കും ഇതുണ്ടാവുന്നല്ല. ലെമൺ എഗ്സും നമുക്കുണ്ട്. ലെമൺ ഇടാം. നമ്മൾ ഫ്രിഡ്ജിൽ ഇത് ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി വാങ്ങുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഡയറ്റ് എടുത്തപ്പോൾ ഫുള്ള് ഫ്രൂട്ട്സും വെജിറ്റേഴ്സും ആണല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ എല്ലാം കൂടി ഇട്ട് വെറുതെ അലമ്പായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. നല്ല പ്ലേറ്റും കൂടെ എടുക്കാമെന്നുള്ളത് കേട്ടോ. എടുത്താലോ? അപ്പം ഇതുണ്ട്, അവൈലബിൾ ആണ്. ഇതിനകത്തുണ്ട്. പിന്നെ ഇതാണ് ചെറിയ പ്ലേറ്റ് അല്ലേ? 4 വലിയ പ്ലേറ്റ് ഉണ്ടല്ലേ? അടക്കല്ലേ? നമ്മളിതിൻ്റെ ബ്ലാക്ക് കട്ട് എടുക്കുന്ന നമ്മളത് വാങ്ങിയിട്ട് ഒരു ഫുൾ സെറ്റ്. നമ്മളതിന് മാച്ച് ആയിട്ടുള്ള സെയിം കപ്പും കൂടി എടുക്കണം കേട്ടോ. ഗ്ലാസ് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും കപ്പായിട്ട് പോവാം. നമ്മൾ എയർ ഫ്രയറിലേക്ക് വെക്കാനായിട്ട് ഇതൊരെണ്ണം കൂടെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിന്നർ സെറ്റും കുറച്ച് ഫ്രിഡ്ജിലേക്കുള്ള സ്റ്റോറേജിന് ഉള്ള സംഭവങ്ങളൊക്കെ വാങ്ങി നമ്മൾ പോവാണല്ലേ ഐസു? ഒരു ഫ്ലോർ മാറ്റും കൂടെ നമ്മൾ എടുക്കുകയാണ്.
നമുക്ക് സെയിം ഉണ്ട് കേട്ടോ വീട്ടില്. അപ്പൊ അത് നല്ല നല്ലതാണ്. അതുകൊണ്ട് രണ്ടെണ്ണം കൂടെ എടുക്കാം അല്ലേ. ഒരെണ്ണം ബാത്റൂമിന്റെ പുറത്ത് വിടാൻ, ഒന്ന് പുറത്തിടാം. പിന്നെ കട്ടിലിന്റെ സൈഡിൽ കട്ടിലിന്റെ സൈഡിൽ നല്ല സാധനം വേണ്ട. ഇതൊന്നും വെയിറ്റ് ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ആലപ്പുഴ ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോ ഇങ്ങനെ കാണില്ലേ. എന്താ വെച്ചിട്ട് പിടിച്ചോണ്ടെടുക്കാൻ നല്ലതാണ്. ഇങ്ങനെ പിടിച്ചിട്ടുണ്ട, ഇങ്ങനെ പിടിച്ച സുഖല്ല. പിന്നെ അടിപൊളി. നമ്മൾക്ക് ഐസൂന്നൊരു പാൻസൊക്കെ തൂക്കാനായിട്ട് ഒരു ഹാങ്ങേഴ്സ് വേണം. അതേ ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെ ഹാങ്ങേഴ്സ് ഉണ്ടോ നമുക്ക്. ഇതാകുമ്പോൾ 2-3 അടുപ്പിച്ച് തൂക്കാം. ഇതന്നെ ഇപ്പം എന്തോരം ടൈപ്പ് ഹാങ്ങേഴ്സ് ഇവിടെ ഉള്ളത് നോക്ക്. പല ടൈപ്പ് ഹാങ്ങേഴ്സ് ഉണ്ട്. ഈ വൈറ്റ് തന്നെയുള്ള 2-3 കൂടി വേണം. 4 എടുത്തോ. അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മളെ സ്പേസ് ശരിക്കും കണ്ടോ. അത് 3 അടുപ്പിച്ച് ഒരെണ്ണത്തിൽ തന്നെ തൂക്കാം. അത് നല്ല വൃത്തിക്ക് ഇരുന്നോളൂ. ഐസിൻ്റെ ജീൻസൊക്കെ അങ്ങനെ തൂക്കിടുന്നത്. പല ടൈപ്പ് ഹാങ്ങേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ ഐക്യ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐക്യനെ പറ്റിയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഐക്യയിൽ എന്തൊക്കെ സാധനങ്ങൾ കിട്ടും, എങ്ങനെ അകത്തിരിക്കുന്നതെന്നൊക്കെ. ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഐക്യ. ഇത് ഓർഗനൈസേഴ്സ് ആണ്. അതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അത് ഒരെണ്ണം എടുക്കാം. വീട്ടിൽ വൈറ്റാണ് എല്ലാം ഉള്ളത്. അതുകൊണ്ട് വൈറ്റ് എടുക്കുന്നത്. വേറെ കളറൊക്കെ ഉണ്ട്, ഗ്രേ ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. നമ്മൾ വൈറ്റ് തന്നെ എടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ ഐക്യയിൽ കിട്ടും കേട്ടോ. റേറ്റ് എനിക്ക് അങ്ങനെ കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു ഐക്യയിൽ. പക്ഷേ എന്നിരുന്നാലും നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് ഭംഗിയുള്ള നല്ല കുറേ സാധനങ്ങൾ കിട്ടും. അതിപ്പോൾ എല്ലാം കിട്ടും. നിങ്ങൾക്ക് ഫർണിച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആയിക്കോട്ടെ, എന്ത് ടോയ്ലറ്ററീസ് എല്ലാം തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഓൾ ഇൻ വൺ പ്ലേസ് ആണ്. എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കും. വീടൊക്കെ പുതിയതായിട്ടൊക്കെ മാറുന്ന ആൾക്കാരാണെങ്കിൽ പല സ്ഥലങ്ങളിൽ പോയി നടക്കണ്ട. ഇവിടെ ഒരിടത്തുനിന്ന് എല്ലാം കിട്ടും കേട്ടോ. ഈ സെക്ഷനിൽ വരുമ്പോഴത്തേക്കും ഫുള്ള് ലൈറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പല മോഡൽ ലൈറ്റുണ്ട് ഇവിടെ. എനിക്ക് വീഡിയോയിൽ അത്ര ഭംഗിയുണ്ടെന്ന് അറിയില്ല ഈ ലൈറ്റ്സ് കാണാനല്ലോ. പക്ഷേ നേരിട്ട് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ മേക്കപ്പ് റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ലൈറ്റ്, പല ടൈപ്പ് ലൈറ്റ് ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഇത് എയർ പ്യൂരിഫയർ ആണ് കേട്ടോ. നമ്മുടെ എയർ പ്യൂരിഫൈ ചെയ്യും. ഡസ്റ്റ് കാരണം കത്തൽ ഭയങ്കര പൊടിയാണ്. ഇപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ പൊടിയാണ്. നമ്മുടെ വീട്ടിൽ ഒരെണ്ണമുണ്ട്, പക്ഷെ അത് ഈ മോഡലല്ല, വേറൊരു ടൈപ്പാണ്. എന്താ ഐസ് എടുക്കുന്നത്? ഫിൽറ്റർ പ്യൂരിഫയറിൻ്റെ അല്ലേ? ഉണ്ടോ ഇവിടെ വരുമ്പോഴത്തേക്കും ഫുൾ ഫോട്ടോ ഫ്രെയിംസായി. ഇവിടെ ഫുള്ള് മിറേഴ്സാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും പ്ലാന്റ്സിൻ്റെ ഒക്കെ സെക്ഷനായി കേട്ടോ. ഇത് ഫുൾ ആർട്ടിഫിഷ്യലാണ്. പക്ഷെ അങ്ങോട്ടേക്ക് കുറച്ചും കൂടി പോകുമ്പോഴത്തേക്കും ഒറിജിനൽ ലൈഫ് പ്ലാന്റ്സ് ഉണ്ട്. കണ്ടതൊക്കെ ഒറിജിനൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മൾ മെയിൻ ഏരിയയിലോട്ട് പോകണം. ഈ സെക്ഷനിലാണ് ഇപ്പോൾ ഫർണിച്ചറൊക്കെ നമുക്ക് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവുക. അത് ഓൾറെഡി അവരുടെ ഡിസ്പ്ലേ പീസ് ആയിരിക്കും. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഓരോ ഇതിൽ കിട്ടും കേട്ടോ, ബോക്സിൽ കിട്ടും. ഇതിന് നമ്മൾ വീട്ടിൽ പോയിട്ട് അസംബിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെ ഇതുണ്ട്, ഈ നമ്പറൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഫർണിച്ചറിൻ്റെ നമ്പർ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നോക്കാം. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ടാവും ഏത് അയിലാണ് ഇതുള്ളതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. ഉണ്ടോ ഇങ്ങനെ റൂം ആയിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ റൂം എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഫർണിച്ചറും അതിൻ്റെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ. അടുത്തൊരു റൂം കണ്ടോ,
ഈ ഒരു കുഞ്ഞൊരു റൂമാണ്, പക്ഷെ അവർ എന്ത് ഭംഗിക്ക് അത് അറേഞ്ച് ചെയ്തേക്കുന്നത് നോക്കിയേ. ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ബുക്ക് ഷെൽഫും കാര്യങ്ങളും, ഇവിടെ വോക്ക് ചെയ്യാനായിട്ട് ടേബിള്, അപ്പുറത്ത് ചെറിയൊരു ഇവിടെ അത്ര സൗകര്യമില്ല കണ്ടോ, TV റൂം, സോഫ ഒക്കെ ആയിട്ട്. ഇങ്ങോട്ടേക്ക് കയറുമ്പോഴത്തേക്ക് ഇവിടെ കിച്ചൺ, കുഞ്ഞു കിച്ചൺ നമുക്ക്, പക്ഷെ എന്നാലും രസമുണ്ട് കാണാൻ. നമുക്ക് ഈ റൂമൊക്കെ എന്ത് ഭംഗിയാന്ന് ഉണ്ടോ. അതായത് ഒരു കിഡ്സിൻ്റെ റൂം, കിഡ്സിൻ്റെ ഏരിയ ആയിട്ട് ഇവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ കൊച്ചിനൊക്കെ കിടത്തി ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇതൊരു റമദാൻ്റെ ഡെക്കേഴ്സൊക്കെ ഇതിൽ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ. സോ TV റൂമാണ്. ഉണ്ടല്ലോ ഇവിടെ ഡെക്കറേഷനൊക്കെ കൊടുത്ത് നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് സോഫ സെക്ഷനാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ സോഫ എടുത്തിട്ടോ നമ്മുടെ വീട്ടിലുള്ളത്. വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ബില്ല് പേ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അവിടെ തിരക്കുണ്ട് അത്യാവശ്യം അല്ലേ. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇതിൽ വെക്കാൻ സ്ഥലമില്ല കേട്ടോ. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മൾ അയക്കുന്നു. ഇനി കുറച്ച് ഗ്രോസറി ഇവിടെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മോണോപ്രിയിലേക്ക് പോവാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ട്രോളി ഇവിടെ സൈഡിൽ വെക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളത് വയ്ക്കാൻ പോവാണ്. റമദാനായതുകൊണ്ട് ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. കോളിഫ്ലവർ എടുക്കാനുണ്ടോ? അപ്പോൾ നമുക്ക് കോളിഫ്ലവർ എടുക്കാം. കോളിഫ്ലവർ എടുക്കാനുണ്ടോ? ഇതിലൊക്കെ പ്ലാസ്റ്റിക് ബാഗാണ്. അപ്പോൾ ഇവിടെ മോണോപ്രി ഇതുപോലെ പേപ്പർ ബാഗാണ്. അതുകൊണ്ട് കീറിപ്പോകുന്നുണ്ട്. ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വലുത് വേണം നമുക്ക്. അവിടെ ഇരിക്കണം. വലിയ ബാഗിൽ അപ്ഗ്രേഡ് ചെയ്ത് എടുത്തോ. എടാ കവറ് ബാഗിലിരിക്കണം. ഇവിടെ ഫുള്ള് സ്വീറ്റ്സ് ആണ്, ചോക്ലേറ്റ്സ്. റമദാൻ ഡെക്കറേഷനൊക്കെ ചെയ്തോണ്ടോ. എല്ലായിടത്തും ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പെരുന്നാൾ പ്രമാണിച്ച്. എന്താ ചോക്ലേറ്റിൻ്റെ ഏരിയ ആണിത്. കണ്ടോ, ഇതൊക്കെ ഫിഷിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഒരു ബ്രെഡ് കൂടി എടുത്തിട്ടാ. കൺഫ്യൂഷൻ ആയി ഏത് ബ്രെഡ് എടുക്കുന്നത്. ഇത് ബ്രൗൺ ബ്രെഡ് കുഞ്ഞ്. നമ്മൾ എടുത്തത് ഏതാണ്? ഞങ്ങൾ മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് എടുത്തത്. ഡയറ്റാണ്, അതുകൊണ്ട് മൾട്ടിഗ്രെയിൻ ബ്രെഡ്. ഇത് കുടിച്ചാൽ ആരോഗ്യത്തിന് നല്ലതെന്നാണ് ഐസ് പറയണത്. ഫൈറ്റർ ഷോട്ട്സ് ആണിത്. ഡീറ്റോക്സ് ചെയ്യോ? നമുക്കൊരു ഡേറ്റ്സും കൂടെ എടുക്കണം അല്ലേ. അടിക്കണമെന്ന് അറിയത്തില്ല, ഇത് അടിക്കണമെന്ന് തോന്നണം. ഇനിയിപ്പോൾ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം എല്ലാത്തിനും. ഫ്രൂട്ട്സ് ഇതുണ്ട് കേട്ടോ. ഇത് നമ്മൾ അവയ്ക്കയുടെ പഴുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ടുള്ള ഒരു മെഷീനാണ്. അപ്പോൾ നമ്മൾ ഇതിന് പച്ച നോക്കി അറിയാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം പച്ച ഒരെണ്ണം പഴുത്താണ് നമുക്ക് നോക്കാം. ഇത് റൈപ്പ് ആൻഡ് സോഫ്റ്റ് എന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പച്ചയും കൂടി വെച്ച് നോക്കാം. കുറച്ച് നാൾ വീട്ടിൽ വെച്ചാൽ പഴുക്കുന്ന അവർ പറയുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇത്തെ പച്ചക്കറി ബില്ലടിച്ച തൂക്കാണ് കേട്ടോ.
നമ്മളിതെല്ലാം ബില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മളെല്ലാം വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഐസൊക്കെ ട്രോൾ എടുക്കാറുണ്ട്, ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അതേ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറാറുണ്ട്. പക്ഷെ ഡയറ്റിൻ്റെ ഭാഗമായതുകൊണ്ടും പിന്നെ റമദാൻ ഈ സമയത്ത് ഫുഡ് കിട്ടില്ല കേട്ടോ ഇവിടെ, നോമ്പിന് തുടങ്ങാതെ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ എൻ്റെ ഫുഡുണ്ട്. അതത്രേ ഉള്ളൂ. ബൈ.